ഞാനിപ്പോൾ നിൽക്കുന്നത് മേരി മജോറെ ബസിലിക്കയുടെ മുമ്പിലാണ്. ഇന്ന് ഏപ്രിൽ 27. ഒരുപാട് പ്രത്യേകതകൾ ഈ ദിവസത്തിനുണ്ട്. ഇന്നാണ് ഡിവൈൻ മേഴ്സി സൺഡേ, കരുണയുടെ തിരുനാളിന്റെ ദിവസം. ഇന്നാണ് കാർലോ അക്വിറ്റീസിന്റെ കാനനൈസേഷൻ നടക്കപ്പെടേണ്ടിരുന്ന ദിവസം. ഇന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന 80,000 യുവജനങ്ങൾ പങ്കെടുത്ത ജൂബിലിയുടെ സമാപന ദിനം. ഇന്നാണ് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം ആദ്യമായി മേരി മജോറെ ബസിലിക്കയുടെ അകത്ത്, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ മിഷണറി യാത്രകൾക്ക് മുമ്പും അതിനുശേഷവും കർദിനാളായിരുന്നപ്പോഴുമെല്ലാം സന്ദർശിച്ച് പ്രാർത്ഥനാപൂർവ്വം പൂക്കൾ സമർപ്പിച്ചിരുന്ന അൾത്താര സ്ഥിതി ചെയ്യുന്നത്. ഈ അൾത്താര പരിശുദ്ധ അമ്മയുടെ സാലൂസ് പോപ്പുലി റൊമാനി എന്ന് പറയപ്പെടുന്ന ഈ അൾത്താരയുടെ, അല്ലെങ്കിൽ പൗളൈൻ ചാപ്പൽ എന്നറിയപ്പെടുന്ന ഈ അൾത്താരയുടെ മുമ്പിൽ മൃതസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആദ്യമായാണ് പൊതുജനത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടത്. ആ ബലിയിൽ പങ്കെടുക്കുവാൻ ദൈവം ഒരു അവസരം തന്നു. ആ ആൾത്താരയുടെ മുമ്പിലിരുന്ന് വലിയ സഹവൈദികനായ കാർമ്മികനായി ബലിയർപ്പിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പറയാറുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പൂക്കൾ കൊണ്ടുവന്ന് വെച്ച അൾത്താരയാണിത്. എന്നാൽ അത് വെറും പൂക്കൾ കൊണ്ടുവച്ച ഒരു അൾത്താരയല്ല. അതിനപ്പുറം ലോകത്തിന്റെ സകല ജനപദങ്ങളുടെയും പിതാവായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ മുഴുവനും പ്രാർത്ഥനകളാണ് ആ പൂച്ചെണ്ടുകളിൽ കരുതി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നത്. അങ്ങനെ ലോകത്തിന്റെ പാപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ലോകത്തിന്റെ ഭാരങ്ങൾ എന്ന് പറയാം, ലോകത്തിന്റെ സങ്കടങ്ങൾ എന്ന് പറയാം, ലോകത്തിന്റെ ദുരിതങ്ങൾ എന്ന് പറയാം, പരിശുദ്ധ പിതാവ് സഭയുടെ നിയോഗങ്ങൾ എന്ന് പറയാം, ഇതെല്ലാം ചുമന്നുകൊണ്ട് അതൊരു പൂക്കളുടെ രൂപത്തിൽ ആ മേരി മജോറെ ബസിലിക്കയിൽ ഫ്രാൻസിസ് പിതാവ് സമർപ്പിക്കുകയായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് പ്രഭാതത്തിൽ 7 മണിക്ക് നടക്കപ്പെട്ട ആ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ ദൈവം ഒരു അവസരം തന്നത് വലിയൊരു ഭാഗ്യമായി കരുതുകയായിരുന്നു. കാരണം പ്രഭാതത്തിൽ ഈ ബസിലിക്കയിലേക്ക് പ്രവേശിക്കുവാൻ കടന്നു വന്നപ്പോൾ വലിയ ഒരു ജനാവലി തന്നെ പ്രഭാതത്തിൽ തന്നെ ഇവിടെ വന്നിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ നല്ല ഒരു ജനക്കൂട്ടത്തെ കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് വ്യക്തികൾ ഇപ്പോഴും ക്യൂവിൽ തന്നെ നിൽക്കുകയാണ്. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കം നടത്തിയിരിക്കുന്ന അവിടെ പോയി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. ദൈവത്തിന്റെ കൃപയാൽ വലിയ ജനാവലി തന്നെ ഇപ്പോഴും ക്യൂവിലാണ്. പലർക്കും അവിടേക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ പറ്റാത്ത വിധത്തിൽ സെക്യൂരിറ്റി ചെക്കപ്പ് നടക്കുന്ന സ്ഥലത്ത് ജനം തടിച്ചുകൂടിയിരിക്കുകയാണ്. ഏതായിരുന്നാലും വീണ്ടും 8 മണിക്ക് ഇവിടെ ബലിയർപ്പണം ഉണ്ടായിരുന്നു. അതിനുശേഷം തുടർന്ന് പല സാഹചര്യങ്ങളിലായി വിവിധ കപ്പേളകളിലായി ബലിയർപ്പണങ്ങൾ നടക്കുന്നതാണ്. ജൂബിലിക്ക് വന്ന ജനതയും കാർലോ അക്വിറ്റീസിന്റെ കാനനൈസേഷന് വന്ന ജനതയും അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളും അർജന്റീനയിൽ നിന്നുള്ളവരും ഈ ദിവസങ്ങളിൽ ഇവിടെ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചവരുമെല്ലാം ഈ ബസിലിക്കയുടെ മുമ്പിൽ ഉണ്ട്, അകത്തുണ്ട്, പ്രാർത്ഥനയിലുണ്ട്. ഏതായിരുന്നാലും നമുക്ക് നന്ദി പറയാം ദൈവത്തിന്. ഈ ദിവസം കരുണയുടെ തിരുനാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദിവസം ജോൺ പോൾ II മാർപ്പാപ്പയാണ് കരുണയുടെ തിരുനാൾ ഔദ്യോഗികമായി തിരുസഭയിൽ ഒരു തിരുനാളായി പ്രഖ്യാപിച്ചത്. എന്നാൽ തുടർന്ന് വന്ന മാർപ്പാപ്പമാരെല്ലാം ഏറെ തീക്ഷ്ണതയോടുകൂടി ആ തിരുനാളിനെ നെഞ്ചിലേറ്റുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കരുണയുടെ തിരുനാളിന്റെ അന്ന് കാർലോ അക്വിറ്റീസിന് പ്രത്യേകമായി ഓർമ്മിക്കപ്പെടുന്ന ഇന്ന്, യുവജനങ്ങളുടെ ജൂബിലി തീരുന്ന ഇന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും തികയാതിരിക്കുന്ന ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിച്ചതുപോലെ, അന്ത്യാഭിലാഷത്തിൽ എഴുതി വെച്ചതുപോലെ ലോകം മുഴുവനും സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മേരി മജോറ ബസിലിക്കയിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോളിനോടൊപ്പം യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.